പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടുത്തെ സ്പെഷ്യാലിറ്റീസ് നോക്കാറുണ്ട്. അവിടെ എന്തെല്ലാം വിശേഷതകളുണ്ടോ നമ്മളത് ഫോക്കസ് ചെയ്യും. കേവലം കാണുക മാത്രമല്ല, അവയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും വേണം. അതുകൊണ്ട് എന്തെല്ലാം ഇഷ്ടപ്പെട്ടു എന്നത് ക്ലിയർ ആയിരിക്കണം. എന്തെന്നാൽ എന്താണോ നല്ലതായി തോന്നിയത് അത് വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, ഇവിടെ എന്താണ് നല്ലതായി തോന്നിയത്? ഇവിടുത്തെ ഓറ നന്നായിട്ട് തോന്നി. ഇവിടുത്തെ ഓറ എങ്ങനെയുള്ളതാണ്? സേവന മനോഭാവം നല്ലതായി തോന്നുന്നു. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? ഓക്കെ, വൈബ്രേഷനിൽ എന്താണുള്ളത്? പോസിറ്റിവിറ്റി, ശാന്തി. മറ്റെന്തെല്ലാമാണ് നിങ്ങൾക്ക് നന്നായി തോന്നിയത്? മനുഷ്യന്റെ യഥാർത്ഥ പരിചയം. ഓക്കെ, ഡിസിപ്ലിൻ, അച്ചടക്കം. എല്ലാവരും വളരെ ശാന്തമായി സംസാരിക്കുന്നു. അതും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി. ഇത് സ്വന്തം വീട് പോലെ തോന്നുന്നു. വെരി ഗുഡ്. വേറെ? സ്വന്തം ഐഡന്റിറ്റി മനസ്സിലായി. ഓക്കെ. നിസ്വാർത്ഥ സേവനങ്ങൾ ചെയ്യുന്നു. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് പോകാം. ഒരു വീട്ടിൽ ഏകദേശം എത്ര പേരുണ്ടാകും? എത്ര പേരുണ്ടാകും ഒരു വീട്ടിൽ? 4, 5, 6 പേരുണ്ടാകും. ദിവസവും പരസ്പരം എത്ര നേരം കാണാറുണ്ട്? ഡെയിലി എല്ലാവരും എത്ര നേരം കാണാറുണ്ട്? എന്നും രാവിലെ റെഡിയായി പോകുന്നു, വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി തിരിച്ചു വരുന്നു, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് റെയർലി കാണുന്നു, ഉറങ്ങുന്നു, വീണ്ടും രാവിലെ പോകുന്നു. ചിലർ വീക്കെൻഡ്സിൽ സാറ്റർഡേ സൺഡേസൊക്കെ ജോലി ചെയ്യുന്നുണ്ടാകും. അവരെ വീട്ടിലാർക്കും കാണാൻ തന്നെ കിട്ടാറില്ല. ആർക്കാരെ ഇത്ര സമയത്തേക്ക് കാണാൻ കിട്ടുമെന്നതിന് ഒരു ഉറപ്പുമില്ല. ഓഫീസിൽ നിന്ന് നമുക്ക് എന്തെല്ലാമാണ് കിട്ടുന്നത്? ജോലി ചെയ്യുമ്പോൾ ശമ്പളം കിട്ടുന്നു, പ്രമോഷൻ കിട്ടുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. എന്നാൽ വീട്ടിൽ ഇതൊന്നുമില്ല. ഇവിടെ ഒന്നും കിട്ടുന്നില്ല. ആർക്കും പ്രമോഷൻ കിട്ടുന്നില്ല, പ്രത്യേക പൊസിഷൻ കിട്ടുന്നില്ല, ഡെയിലി വരുമാനമില്ല. എല്ലാ ദിവസവും എല്ലാവർക്കും വേണ്ടി ഇതൊക്കെ ചെയ്യാനായി എന്ത് മോട്ടിവേഷനാണ് ഉണ്ടാവുക? ഒന്നുമില്ല. ഇവിടെ വളരെ സാധാരണമായ ജോലിയാണ് ചെയ്യുന്നത്. ടേബിളും ചെയറും എടുത്തു വയ്ക്കുന്നവർ ദിവസവും അത് തന്നെ ചെയ്യുന്നു. മൈക്ക് വയ്ക്കുന്ന ജോലി ചെയ്യുന്നവർ അത് തന്നെ ചെയ്യുന്നു. റൂം ക്ലീൻ ചെയ്യുന്നവർ ദിവസവും റൂം ക്ലീൻ ചെയ്യുന്നു. അവരോടൊന്ന് ചോദിച്ചു നോക്കൂ, എത്ര വർഷമായി ഈ സേവനം ചെയ്യുന്നു എന്ന്. 30 വർഷം, 40 വർഷം ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഒരു പുതുമയുമില്ല. ഒരേ കാര്യം ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ വൈബ്രേഷൻ തന്നെ വളരെ വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. എന്നാൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് പുതിയതായി എന്ത് ചെയ്യുമെന്ന് കുറച്ചു ദിവസം കഴിഞ്ഞാൽ തന്നെ ആലോചിക്കാൻ തുടങ്ങും. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമല്ല. 1000ഓളം ആളുകൾ ഒന്നിച്ചു താമസിക്കുന്നു. ദിവസം മുഴുവനും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്നും തിരികെ ലഭിക്കുന്നില്ല. എന്നിട്ടും എല്ലാവരും വളരെ ശാന്തി അനുഭവം ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ടും നിസ്വാർത്ഥ ഭാവമാണുള്ളത്. എന്നിട്ടും സേവന മനോഭാവമാണുള്ളത്. ഇവിടെയുള്ള ആരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇനി നമ്മൾ തിരികെ പോകുന്നത് 4, 5 പേർ താമസിക്കുന്ന ഒരു വീട്ടിലേക്കാണ്. അതൊരു കുടുംബമാണ്. പക്ഷേ ഒരു ദിവസത്തിലെ കുറച്ചു മണിക്കൂറുകൾ മാത്രമേ എല്ലാവരും ഒന്നിച്ചു കൂടാറുള്ളൂ. എന്നിട്ടും ഇവിടെയുള്ള ഈ ശാന്തിയൊന്നും വീട്ടിൽ നമുക്ക് ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇനി നമ്മൾ ഈ കാര്യം തീരുമാനിക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള ഈ വൈബ്രേഷൻ നമ്മൾ വീട്ടിലേക്കും കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടുത്തെ വൈബ്രേഷൻ വീട്ടിലേക്കും കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. ഇവിടെയുള്ള വൈബ്രേഷൻ ജോലിസ്ഥലത്തേക്കും കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നടക്കുന്ന കാര്യമാണോ? ആണ്, അല്ലേ? ഇവിടെ നമ്മൾ വന്നത് എന്തിനാണ്? ഇവിടെ നടക്കുന്ന ഇതേ സെഷനുകളും ഇതേ ക്ലാസ്സുകളുമൊക്കെ നിങ്ങളുടെ താമസ സ്ഥലത്തും ജോലി സ്ഥലത്തും വെക്കാനാകും. ഒരു കാര്യം മാത്രം നിങ്ങൾക്കവിടെ ലഭിക്കില്ല. ഇവിടെയുള്ള ഈ അന്തരീക്ഷത്തിന്റെ പ്രാക്ടിക്കൽ മോഡൽ. അവിടെ നിങ്ങൾക്ക് തിയറി കേൾക്കാൻ പറ്റും. ശാന്തമായ ജീവിതം നയിക്കണം, പരസ്പരം ഐക്യം വേണം, ബഹുമാനം വേണം, അംഗീകരിക്കണം, സേവനഭാവം. ഇതെല്ലാം തിയറികളാണ്. ഒരുപാട് തവണ കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് പറയുക? ഇതൊക്കെ കേൾക്കാൻ സുഖമുള്ള കാര്യമാണ്, പക്ഷെ പ്രാക്ടിക്കൽ ആവില്ല. ഇങ്ങോട്ട് വരിക എന്നതുകൊണ്ട്
ഒരു പ്രാക്ടിക്കൽ മോഡൽ കാണുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. 4-5 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു മോഡലല്ല. കഴിഞ്ഞ 80 വർഷവും ഇതുതന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് താമസിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ വൈബ്രേഷൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. ഇവിടുത്തെ ഈ വൈബ്രേഷൻ എങ്ങനെയാണ് ഉണ്ടായത്? എങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടാവുക? ഈ ക്യാമ്പസ് മുഴുവൻ വരണ്ട ഭൂമിയായിരുന്നു. ഇതൊരു തരിശു നിലമാണെന്ന് രാജസ്ഥാൻ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തിരുന്നു. അതുകൊണ്ട് ഇത് വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ കഴിഞ്ഞു. കാരണം ഇവിടെയൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ഇന്ന് ഇവിടെ സ്വർഗതുല്യമാണ്. ക്യാമ്പസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതേ ഗവൺമെന്റ് തന്നെ ഈ സ്ഥലത്തിന് അവാർഡ് നൽകി. കാരണം ഈ തരിശു നിലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ഇവിടെ പല സ്ഥലങ്ങളിലും നിങ്ങൾ താമസിക്കുന്നുണ്ട്. ആ സ്ഥലങ്ങളെല്ലാം ചിലത് കുറച്ച് ഉയർന്ന പ്രദേശമായിരിക്കും, ചിലത് താഴ്ന്ന പ്രദേശമായിരിക്കും. കാരണം ആ ഭൂപ്രകൃതിക്ക് ഒരു വിധത്തിലും കോട്ടം തട്ടാത്ത വിധത്തിലാണ് ഈ ക്യാമ്പസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ധാരാളം പൂക്കളും പച്ചക്കറികളും ഉണ്ടാകുന്നു. ഇതെല്ലാം ഏത് ശക്തിയിലൂടെയാണ് ഉണ്ടാകുന്നത്? ഏത് ശക്തിയാണ് ഇതെല്ലാം നടത്തിയത്? ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങളുടെ വീടുകളിലും ശാന്തി ഉണ്ടാക്കാൻ പറ്റില്ലേ? പറ്റുമോ ഇല്ലയോ? പോസിബിളാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്തെയും ശാന്തമാക്കി വെക്കാൻ പറ്റില്ലേ? അതായത് നിങ്ങളുടെ ഓഫീസിലേക്ക് രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്ന ഓരോ ആളുകൾക്കും നിങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ട് അനുഭവിക്കുന്ന ഇതേ ശാന്തി ലഭിക്കണം. ബിസിനസ്സും ഇൻഡസ്ട്രിയും ഒക്കെ അങ്ങനെയുള്ളതാകണം. നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ ജോലിസ്ഥലം എങ്ങനെയുള്ളതാണെങ്കിലും അവിടേക്ക് വരുന്ന ഓരോ ആളുകൾക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെയുള്ളൊരു വൈബ്രേഷൻ ലഭിക്കണം. അതിലൂടെ അവർക്ക് തോന്നാൻ തുടങ്ങണം, ഈ ഓർഗനൈസേഷൻ എനിക്ക് വേണ്ടിയുള്ളതാണ്, ഞാനും ഇവരിൽ ഒരാളാണ്. അല്ലാതെ വേറെ എവിടെയെങ്കിലും കുറച്ച് കൂടുതൽ ശമ്പളം കിട്ടുമെന്ന് കാണുമ്പോൾ ജോലി മാറിപ്പോകാൻ തോന്നരുത്. ഈ വൈബ്രേഷൻ വീട്ടിൽ സൃഷ്ടിക്കാൻ, ഈ വൈബ്രേഷൻ ജോലിസ്ഥലത്ത് സൃഷ്ടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാനിതെല്ലാം ചെയ്യാൻ റെഡിയാണ്, പക്ഷേ വീട്ടിലുള്ളവർ ഇത് ചെയ്തെന്ന് വരില്ല. ഓഫീസിലുള്ളവരും അതുപോലെ തന്നെയാണ്. ഞാനൊരാൾ മാത്രം വിചാരിച്ചാൽ സ്വർഗം സ്ഥാപിക്കാൻ പറ്റില്ലല്ലോ. സ്വർഗം ഉണ്ടാക്കാനായി ഒരുപാട് പേർ വേണ്ടേ? ഈ തെറ്റിദ്ധാരണയാണ് മാറ്റേണ്ടത്. സ്വർഗമുണ്ടാക്കാനായി യഥാർത്ഥത്തിൽ ഒരാൾ മതി, ഒരാൾ മാത്രം മതി, ഒരേ ഒരാൾ. ദീപാവലിക്ക് ആദ്യം ഒരു വിളക്കാണ് കത്തിക്കുക, എന്നിട്ട് അതിൽ നിന്നും രണ്ടാമതൊരു വിളക്ക് കത്തിക്കും, അതിൽ നിന്ന് മൂന്നാമത്, നാലാമത്, അങ്ങനെ ഒരുപാട് വിളക്കുകൾ ഒരു വിളക്കിൽ നിന്നും തെളിയിക്കും. അങ്ങനെ വിളക്കുകളുടെ ഒരു മാലയാകും. തുടങ്ങുന്നത് ഒന്നിൽ നിന്നാണ്. ഇനി നമുക്ക് ഓരോരുത്തർക്കും ആ ഒരാളാകാൻ കഴിയുമോ എന്നാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ മുന്നോട്ട് വരുന്ന ഒരാൾക്ക് മാത്രമേ വീട്ടിലും ജോലിസ്ഥലത്തും ഇതുപോലെ തന്നെയുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതിന് റെഡിയാണോ? ഓക്കെ, റെഡി. ഇവിടെയുള്ള അതേ വൈബ്രേഷൻ നമ്മൾ നമ്മുടെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്തു എന്ന് കരുതൂ. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എങ്ങനെയാണ് ഫീൽ ചെയ്യുക? അവർക്ക് എന്താണ് ലഭിക്കുക? ഹാപ്പിനെസ് എന്തായാലും ലഭിക്കും. അതിലും കൂടുതലായി ഏറ്റവും പ്രധാനമായി മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതാണ് ശക്തി. ഇന്ന് നമ്മൾ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാ സൗകര്യങ്ങളും നൽകുന്നുണ്ട്. എന്നാൽ അവരുടെ പക്കൽ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ള ശക്തിയില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് അസ്വസ്ഥരാകുന്നു. കാരണം നമ്മൾ വളരെ സുഖസൗകര്യങ്ങൾ നിറഞ്ഞ വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ വീടുകളിൽ നമ്മൾ ഹൈ എനർജി സ്പേസ് ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ കുട്ടികളുടെ ജീവിതം വളരെ കംഫർട്ടബിളായി ബെസ്റ്റ് എഡ്യൂക്കേഷൻ കിട്ടി വളരെ നല്ല ഭക്ഷണവും അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ മനസ്സിൻ്റെ ശക്തി വളരെ കുറഞ്ഞു വരികയാണ്. ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുമ്പോൾ മനസ്സ് ആടിയുലയാൻ തുടങ്ങുന്നു. കുട്ടികളുടെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുമ്പോൾ പാരൻസും അസ്വസ്ഥരാകാൻ തുടങ്ങുന്നു. മാതാപിതാക്കൾ അപ്സെറ്റ് ആകുമ്പോൾ കുട്ടികൾ കൂടുതൽ അസ്വസ്ഥരാകുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ വീടിനകത്തെ വൈബ്രേഷൻസിന് എന്താണ് സംഭവിക്കുക? വീടിനകത്തെ വൈബ്രേഷൻസ് എങ്ങനെയായിരിക്കും? വളരെ ലോ ആയിരിക്കും.
നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലം ഒരു ഹൈ എനർജി സ്പേസ് ആണ്. എന്നാൽ ഈ ഹൈ എനർജി സ്പേസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക? ഇതും ഒരു വീടാണ്, കൺസ്ട്രക്ട് ചെയ്തതാണ്, ആളുകളും താമസിക്കാൻ തുടങ്ങി. പക്ഷേ ഈ വീട് എങ്ങനെയാണ് ഒരു ഹൈ എനർജി സ്പേസ് ആയത്? പറയൂ, എങ്ങനെയാണ് ഉണ്ടാക്കാൻ കഴിയുക? നമ്മുടെ വീടിൻ്റെയും ഈ സ്ഥലത്തിൻ്റെയും എനർജികൾ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? എന്തുകൊണ്ടാണ് നമ്മുടെ വീടുകൾ ഹൈ എനർജി സ്പേസ് അല്ലാത്തത്? ഇതിനു വേണ്ടി നമ്മൾ വീട്ടിൽ നിന്നും എന്തെല്ലാമാണ് ഒഴിവാക്കേണ്ടത്? മൊബൈൽ ഫോൺ എന്ത് ചെയ്യണം? മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കണം. നമ്മുടെ ഇറിറ്റേഷൻ കുറയ്ക്കണം. ശരിയാണ്, ഓക്കെ. ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കുറയ്ക്കണം. അതെന്തിനാണ് ചെയ്യുന്നത്, ഇതെന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ചെറിയ സംസാരങ്ങൾ പോലും വീടിന്റെ മുഴുവൻ എനർജിയെ താഴ്ന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരും. ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ദുർലഭമായി മാത്രമേ വരാറുള്ളൂ. എന്നാൽ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കും. വലിയ വലിയ സിറ്റുവേഷൻസിലൂടെയല്ല സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത്. ചെറിയ സാഹചര്യങ്ങളിലൂടെയാണ് സംസ്കാരം രൂപപ്പെടുന്നത്. കാരണം എന്നും ചെയ്യുന്ന കാര്യങ്ങളിലൂടെയാണ് സംസ്കാരങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ഇറിറ്റേറ്റഡ് ആക്കുന്ന വിധത്തിൽ ഇന്ന് സംസാരിക്കുന്നു, നാളെ സംസാരിക്കുന്നു, മറ്റന്നാൾ സംസാരിക്കുന്നു, ഇങ്ങനൊരു 10 ദിവസം സംസാരിച്ചാൽ ഈ ഒരു സ്വഭാവം ശീലമായി മാറുന്നത് കാണാം. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി എന്തൊക്കെയാണ്? പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും പോകരുത്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അമിതമായി ചിന്തിക്കരുത്. മൂന്നാമതായി, പരസ്പരം ബഹുമാനം നൽകണം. ഈഗോ ഉപേക്ഷിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ വേറൊരു വ്യക്തിയെപ്പറ്റി ഈ സമയം ചിന്തിക്കരുത്. നമ്മൾ അവരെ പറ്റി ചിന്തിക്കുന്നു, അവരിങ്ങനെയാകണം, അവർ അങ്ങനെയാകണം, അവരുടെ സ്വഭാവം മാറ്റണം, അവരുടെ പെരുമാറ്റ രീതി മാറ്റണം. അവരെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരിൽ മാറ്റം കൊണ്ടുവരാൻ. അവർ മാറിക്കോളും. നമ്മൾ വിചാരിക്കും അവർ മാറിയാൽ എല്ലാം ഇതുപോലെ തന്നെ അവരും ചിന്തിക്കുന്നുണ്ടാകും. അവരും വിചാരിക്കും നമ്മൾ മാറിയാൽ ഈ ലോകം സ്വർഗമാകുമെന്ന്. എല്ലാവർക്കും മറ്റുള്ളവരെ മാറ്റാനാണ് ആദ്യ ചിന്ത. ഇന്ന് നമ്മൾ എന്താണ് കേട്ടത്? നമ്മൾ ഈ ശരീരമല്ല, ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന ആത്മാവാണ് ഞാൻ. ഈ ഒരു ബേസിക് കാര്യം നമ്മൾ പലപ്പോഴും ദിവസത്തിൽ മുഴുവനായും ഉപയോഗിക്കാറില്ല. നമ്മൾ മകനാണ്, മകളാണ്, സഹോദരനാണ്, ഭർത്താവാണ്, ഭാര്യയാണ്, അങ്ങനെ പല പേരുകളിൽ നമ്മൾ അറിയപ്പെടുന്നു. നമ്മൾ നമ്മുടെ ഓരോ ബന്ധങ്ങളെയും അത് ഏത് റോളിലാണോ ഉള്ളത് അതുപോലെയാണ് കാണുന്നത്. എന്നാൽ ഇത് റോൾസ് അല്ല, അവരെല്ലാം ആത്മാക്കളാണ്. അവർ ആത്മാക്കളാണ്. മാത്രമല്ല വളരെ നീണ്ടൊരു യാത്രയിലൂടെ കടന്നുപോയ ആത്മാക്കളാണ്. അങ്ങനെ ഒരു ആത്മാവാണ് ഇന്ന് നമ്മുടെ വീട്ടിലുള്ളത്. ഇതിനു മുൻപ് ആത്മാവ് എവിടെയായിരുന്നു? എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ സ്വന്തം വിരൽ ഇരുപുരുകങ്ങളുടെയും നടുവിലൊന്ന് വയ്ക്കുക. ഞാൻ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഈ ശരീരമല്ല, ഞാനൊരു ആത്മാവാണ്. ചിന്തിക്കുന്നു, തീരുമാനമെടുക്കുന്നു, ശീലങ്ങൾ ഉണ്ടാക്കുന്നു. ഞാൻ ഇവിടെയാണുള്ളത്. എത്ര കാലമായി ഞാൻ ഇവിടെയുള്ളത്? ഇവിടെ എത്ര കാലമായി ഉണ്ട്? 30-40 കൊല്ലമായി ഉണ്ട്. എന്നാൽ ഇതിനു മുൻപ് എവിടെയായിരുന്നു? മറ്റൊരു ശരീരത്തിൽ. ആ ശരീരത്തിൽ നമ്മളൊരു 100 വർഷം ജീവിച്ചിരുന്നു എന്ന് കരുതുക. ഇപ്പോൾ ആ ശരീരം എവിടെയാണ്? ശരീരത്തിന്റെ മാതാപിതാക്കൾ ആരായിരുന്നു? അച്ഛനമ്മമാർ വേറെ, വേറെ ഏതോ സിറ്റി, സാഹചര്യങ്ങൾ വേറെ, രാജ്യം വേറെ, ആ രാജ്യത്തിലെ സംസ്കാരങ്ങൾ, കൾച്ചർ വേറെ. അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള സംസ്കാരമാണ് ആത്മാവിൽ വന്നു ചേർന്നിട്ടുണ്ടാവുക? ഇതിനു മുൻപ് നമ്മൾ എവിടെയായിരുന്നു? വേറൊരു ശരീരത്തിൽ, വേറെ മാതാപിതാക്കൾ, വേറെ വീട്, വേറെ സാഹചര്യം. ഇങ്ങനെ ഓരോ ആത്മാക്കളും ഒരു നീണ്ട യാത്രയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ വസ്ത്രത്തിൽ 100 കൊല്ലം, അതിനു മുൻപ് മറ്റേതോ ശരീരത്തിൽ 100 കൊല്ലം ജീവിക്കുന്നു, അതിനു മുൻപ് വേറെ ശരീരത്തിൽ. ഇതൊരു നീണ്ട യാത്രയാണ്. ഓരോ ശരീരത്തിലും വ്യത്യസ്ത തരത്തിലുള്ള സംസ്കാരങ്ങളാണ് റെക്കോർഡഡ് ആയിട്ടുള്ളത്. ഇനി
നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുകളുണ്ടെങ്കിലും 4 പേരുണ്ടെന്ന് കരുതുക. ഈ 4 പേരും വളരെ നീണ്ടൊരു യാത്രയിലൂടെയാണ് കടന്നുപോയത്. ഇന്ന് 4 പേരും ഒരുമിച്ച് താമസിക്കുന്നു. എന്നാൽ ഇതിനു മുൻപ് വ്യത്യസ്ത ജീവിതശൈലി, ആചാരരീതി, സ്വഭാവം, സാഹചര്യം, പേരൻസ് എല്ലാം വ്യത്യസ്തമായിരുന്നു. നീണ്ട യാത്രയിലൂടെ സഞ്ചരിച്ച് അവരെല്ലാം ഇന്നൊരു വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ്. 4 പേരും ഒരുപോലെ ആയിരിക്കുമോ? അവരെല്ലാം ഒരുപോലെ ആയിരിക്കുമോ? സാധ്യതയില്ല. പലപ്പോഴും അവരെല്ലാം വളരെ വ്യത്യസ്തരാണ്. ഇതിൽ ആരായിരിക്കും എല്ലാ കാര്യത്തിലും ശരി? 4 പേരിൽ ആരായിരിക്കും ശരി? നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരാളായിരിക്കും. എന്നാൽ മറ്റൊരാൾ എല്ലാവരെയും സംശയിക്കുന്ന സ്വഭാവക്കാരനായിരിക്കും. ഒരു വീട്ടിൽ തന്നെ ഒരാൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു, മറ്റേയാൾ സംശയിക്കുന്നു. ഇനി ഒരാൾ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ 15 മിനിറ്റ് മുൻപേ റെഡി ആയിരിക്കും, സമയത്തിന് മുൻപ് എത്തിച്ചേരണം എന്ന് ചിന്തിക്കും. എന്നാൽ മറ്റൊരാൾ എന്നും ലേറ്റായി മാത്രം എത്തും. കുറച്ച് ലേറ്റായി പോയാൽ പോരെ, കൃത്യസമയത്ത് എത്തേണ്ട ആവശ്യം എന്താണ്? നമ്മുടെ വീടുകളിൽ ഇല്ലേ എങ്ങനെ ആളുകൾ? ഒരാളെല്ലാം പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ് ആക്കി വയ്ക്കും, മറ്റേയാളെല്ലാം അടുക്കും ചിട്ടയുമില്ലാതെ വയ്ക്കും. ഇവരെല്ലാം ഒരു വീട്ടിൽ തന്നെയാണ്, പക്ഷേ വളരെ ഡിഫറൻ്റാണ്. ഇതിലാരാണ് ശരി? സംശയിക്കുന്ന ആളാണോ ശരി, വിശ്വസിക്കുന്ന ആളാണോ ശരി? 2 പേരും ശരിയെന്ന് എങ്ങനെ പറയാനാകും? 2 പേരും ശരിയാണോ? സമയത്ത് പോകുന്ന ആളാണോ ശരി, വൈകി എത്തുന്ന ആളാണോ ശരി? സത്യം മാത്രം പറയുന്ന ആളാണോ ശരി, ചെറിയ കാര്യങ്ങൾക്ക് നുണ പറയുന്ന ആളാണോ ശരി? കാര്യങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡായി പറയുന്ന ആളാണോ ശരി, അതോ വലിച്ചു നീട്ടി വലുതാക്കി പെരുപ്പിച്ച് പറയുന്ന ആളാണോ ശരി? ആരാണ് ശരി? വീടുകളിൽ സംഭവിക്കുന്നത്, ഒരാൾ മറ്റേയാൾ ശരിയല്ല എന്ന് പറയുന്നു, മറ്റേയാൾ തിരിച്ചും ശരിയല്ല എന്ന് പറയുന്നു. സംശയിക്കുന്നയാൾ പറയും എല്ലാവരെയും വിശ്വസിക്കുന്നയാൾ ചെയ്യുന്നത് ശരിയല്ല, അമിതമായ വിശ്വാസം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറയാറില്ലേ? മറ്റേയാൾ പറയും എല്ലാവരെയും സംശയിക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവർ എത്ര തന്നെ കാര്യങ്ങൾ ചെയ്താലും അതിനെ വിശ്വസിക്കാൻ കഴിയില്ല. പറയും ഇങ്ങനെ നിങ്ങളുടെ കൂടെ ജീവിച്ച് എൻ്റെ ജന്മം തീരും, ഇതിനും മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത്? പറയുന്ന ഓരോ വാക്കുകളും, ഓരോ ചിന്തയും, ഓരോ വാക്കും, ഇതിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അവർ ചെയ്യുന്നത് തെറ്റും ഞാൻ ചെയ്യുന്നത് ശരിയെന്നും. മറ്റേയാളും പറയും ഞാൻ ശരി, നിങ്ങൾ തെറ്റ്. ഇതിലൂടെ പരസ്പരം അനാദരവിൻ്റെ വൈബ്രേഷൻസാണ് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. റിജക്ഷൻ, ഡിസ്റെസ്പെക്റ്റ്. എന്നാൽ ഇത് നമ്മുടെ കുടുംബവുമാണ്. ഉദ്ദേശശുദ്ധി നല്ലതാണ്. അപ്പോൾ നമ്മൾ പറയും നിങ്ങൾ ചേഞ്ച് ആക്കൂ, ഇങ്ങനെയല്ല ഇങ്ങനെ ചെയ്യൂ. മറ്റുള്ളവരും ഇത് തന്നെ പറയും നിങ്ങൾ ചേഞ്ച് ആക്കൂ, നിങ്ങളത് ചെയ്യരുത്. സംശയിക്കുന്നയാൾ പറയും നിങ്ങൾ ഈ സ്വഭാവം ചേഞ്ച് ചെയ്യണം, എല്ലാവരെയും വിശ്വസിക്കരുതെന്ന്. വിശ്വസിക്കുന്നയാൾ പറയും നിങ്ങൾ ചേഞ്ച് ആകൂ. ഇങ്ങനെ പരസ്പരം ചേഞ്ച് ചെയ്യാനായി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾ ചിലപ്പോൾ ചേഞ്ച് ആകും, എന്നാൽ ചിലർ അല്പം പോലും ചേഞ്ച് ആവാതെയും ഇരിക്കും. എന്നാൽ ചേഞ്ച് ചെയ്യാനുള്ള ശ്രമം ഉപേക്ഷിക്കാറില്ല, തുടരും. കാരണം ഞാൻ ശരിയും അവർ തെറ്റുമാണ്. ഈ ഒരു വിശ്വാസം കൊണ്ട് മാത്രമാണ് കുടുംബങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. വീട്ടിൽ മാത്രമല്ല, ഓഫീസിലും. നിങ്ങളിൽ എത്ര പേർക്ക് കുട്ടികളുണ്ട്? ഒന്നിൽ കൂടുതലുള്ളവർ? ഓക്കെ. 2 കുട്ടികളും ഒരുപോലെ തന്നെയാണോ? കാഴ്ചയ്ക്കല്ല, സ്വഭാവ സംസ്കാരങ്ങളിൽ ഒരുപോലെയുള്ളവർ അല്ല. ഓക്കെ. അവരിൽ എത്ര പേർക്കാണ് പാരൻസിൻ്റെ അതേ സ്വഭാവമുള്ളത്? അതേ സ്വഭാവമുള്ള മക്കൾ നിങ്ങൾക്കാർക്കുമില്ല.
ജനിച്ച നിമിഷം മുതൽ എൻ്റെ കൂടെ തന്നെയുള്ള എൻ്റെ കുട്ടിക്ക് എന്നെ പോലെയാകാൻ കഴിയുന്നില്ല. ഇതുപോലെ തന്നെ എൻ്റെ ജോലിസ്ഥലത്തും ആർക്കും എന്നെ പോലെയാകാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് അവരോട് നിങ്ങൾ എന്നെപ്പോലെ ആത്മാർത്ഥതയുള്ളവരാകണം, നിങ്ങൾ എന്നെപ്പോലെ ചിന്തിക്കണമെന്നൊക്കെ പറയാനാവുക? നോ, പോസിബിൾ അല്ല. എന്തുകൊണ്ടാണ്? കാരണം ഓരോ ആത്മാവും ഒരു യാത്രയിലൂടെയാണ് കടന്നുപോകുന്നത്. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആദ്യത്തെ ഷിഫ്റ്റ് ആളുകളെ ബന്ധങ്ങളുടെയും സ്ഥാനമാനങ്ങളുടെയും ലേബലിൽ കാണുന്നത് നിർത്തും. പകരം ഏത് കാഴ്ചപ്പാടിലൂടെയാണ് കാണുക? അവർ ആരാണ്? വളരെ ശുദ്ധ ആത്മാക്കൾ, ശുദ്ധമായ ആത്മാക്കൾ. ഓരോരുത്തരെയും ഈ ഒരു ദൃഷ്ടികോണിലൂടെ കാണാൻ ആരംഭിക്കണം. ബാക്കിയുള്ള സംസ്കാരങ്ങൾ ഈ യാത്രയിൽ പറ്റിപ്പിടിച്ച ചെറിയ അഴുക്കുകളാണ്. എങ്ങനെയാണോ നമ്മളെല്ലാവരും വൈറ്റ് ഡ്രസ് ധരിച്ചു പോകുന്നു, രാവിലെ ഇറങ്ങുമ്പോൾ എല്ലാവരുടെ ഡ്രസ്സും ഒരുപോലെ വൈറ്റ് ആയിരിക്കും. മുഴുവൻ റോളുകളും ജോലികളും സേവനങ്ങളും സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് വൈകുന്നേരമാവുമ്പോഴേക്കും എല്ലാവരുടെയും ഡ്രസ്സിൽ അഴുക്ക് പറ്റിപ്പിടിച്ചിട്ടുണ്ടാകും. മാത്രമല്ല, ആ അഴുക്കും വ്യത്യസ്തമായിരിക്കും. കിച്ചണിൽ ജോലി ചെയ്യുന്ന ആളുടെ അഴുക്ക് വേറെയായിരിക്കും, ആശാരിപ്പണികൾ ചെയ്യുന്നയാളുടെ അഴുക്ക് വേറെയായിരിക്കും, കൺസ്ട്രക്ഷൻ ചെയ്യുന്നയാളുടെയും വേറെ. വൈകുന്നേരം കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ ബ്രൗൺ കളർ അഴുക്ക് റോങ് ആണ്, മറ്റേയാൾ പറയും നിങ്ങളുടെ ഡ്രസ്സിലെ അച്ചാറിന്റെ നിറം റോങ് ആണ്. പരസ്പരം അഴുക്കുകളെ മാത്രമാണ് നോക്കുന്നത്. മെഡിറ്റേഷൻ എന്നാൽ അഴുക്കുകളെ നോക്കാതിരിക്കുകയും ഒറിജിനൽ കളറായ വൈറ്റിനെ കാണാൻ തുടങ്ങുകയും ചെയ്യുക. ഈ അഴുക്കുകളെല്ലാം നീണ്ട യാത്രയിൽ പറ്റിപ്പിടിച്ച ചെറിയ അഴുക്കുകൾ മാത്രമാണ്. ഓരോ ആത്മാവിനെയും ബഹുമാനിക്കുക, ആദരിക്കുക. എല്ലാവരും പ്യോറായ ആത്മാക്കളാണ്. അല്ലാതെ സംസ്കാരങ്ങൾ കണ്ടുകൊണ്ട് നോക്കിക്കാണരുത്.